എനിക്കും പോവാൻ നേരം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ഇപ്പോ എല്ലാത്തിനും അങ്ങനെ പോവാൻ നേരില്ല എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. എനിക്ക് നേരമുണ്ടല്ലോ ഇവിടെ. എനിക്ക് ഇവിടെ നേരമുണ്ടല്ലോ എന്ന് പറയായിരുന്നു. എനിക്ക് നേരം ഉണ്ടായിട്ട് എന്താ കാര്യം? നിശ്ചയല്ലേ? പിന്നെ ആണുങ്ങളല്ലേ പോവാ? അങ്ങനൊന്നുമില്ല, വേണമെങ്കിൽ എനിക്ക് വരാം. വേണ്ട. എന്താ വേണ്ടാത്ത? വേണ്ട, എന്റെ ആവശ്യമില്ല. ആവശ്യങ്ങൾക്കല്ലേ പോവാ. ഇല്ലാന്ന് പറഞ്ഞതിന് അങ്ങനെ എല്ലാരും കൂടി കുത്തിക്കെട്ടി ഓടേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, അവിടെ ചെല്ലുമ്പോ എല്ലാരും എന്നെ ചോദിക്കൂ. ഞാൻ അവിടെ പിന്നെ ഇയല്ല അപ്പൊ അവിടെ ഈ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ നിന്നല്ലേ തന്നെ. അവിടെ ഒന്നും ചോദിക്കാൻ പോണില്ല. ഇനിയിപ്പോ അഥവാ ചോദിച്ചാൽ ഞാൻ പറയണ്ട, അവൾക്ക് ഛർദി വയറിളക്കായിട്ട് വെറുക്കാണെന്ന് പറയും. ആരും കഴിഞ്ഞില്ലേ? കള്ളം പറയാൻ പിന്നെ നിങ്ങളെ കഴിഞ്ഞിട്ടില്ല. കള്ളം പറയലൊന്നല്ല. ഇവിടുന്ന് ഇത്ര ദൂരം കുത്തിക്കെട്ടി അങ്ങോട്ട് പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോ ആ ചക്ക സ്കൂളിൽ നിന്ന് ഇവിടെ ആരല്ല? ഇവിടെ ആരെയില്ല. അപ്പോഴേക്കൊക്കെ വേണമെങ്കിൽ തിരിച്ചു വരാം. ഇനി അതോ അതല്ലെങ്കിൽ തന്നെ മല്ലിക ഉണ്ടല്ലോ, ഓൾ നോക്കിക്കോളും. മല്ലിക നോക്കണ്ട, ഞാൻ വിശന്ന് കാണിട്ടാ വരിക. ആ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കൊടുക്കാനോ എന്തിനും മല്ലികനെ ഇജ്ജി ഇവിടെ ഉള്ളപ്പോ മല്ലികനെ ഏൽപ്പിക്കണത്? അതല്ല, എന്റെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണാലോ. എന്റെ കുടുംബക്കാരെ കാണാനാണ് കല്യാണം. ആ കല്യാണം വരുമ്പോ നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പോവാ. അപ്പം തലേ ദിവസം ഇവിടുന്ന് പോകണമെന്ന് ഇജ്ജ് പറഞ്ഞിട്ടുമുണ്ട്. അത് പോവുകയും ചെയ്യാ. പിന്നെന്താ കുഴപ്പം? അത് മതി. ഒന്നാമത്തെ പത്ര വലിയ അടുപ്പം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട്. എന്റെ കുടുംബക്കാരല്ലേ? എന്റെ കുടുംബക്കാരൊക്കെ തന്നെ. ആ മൂത്തവന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പൊ വർഷത്രയും 7 വർഷം കഴിഞ്ഞു. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3-4 തവണ അവിടെ പടം അവിടെ നിന്ന് പോയി. ഒരു ദിവസം കൂടെ വന്നോ? അപ്പൊ അവൻ ഗൾഫിലാണ്, അവനക്ക് തിരക്കാണ്. അവനക്ക് മാത്രമല്ല തിരക്ക്, നമുക്കൊക്കെ തിരക്ക് തന്നെയാണ്. ഓന് തിരിച്ചു പോവാൻ സമയതുകൊണ്ടല്ലേ? ആയിക്കോട്ടെ, നമുക്കും സമയമില്ലാത്തോണ്ടാണ് പോവാത്തത്. ഒരു കാര്യം ചെയ്യ്, ഇന്ന ആരെങ്കിലും അന്വേഷിച്ച് നിങ്ങൾ പറഞ്ഞേക്ക്. നിങ്ങൾ ഇന്ന മനഃപൂർവ്വം കൊണ്ടുവരത്താണ്. ഞാൻ പറഞ്ഞു. പറഞ്ഞോ. ആരെങ്കിലും ഇന്നെ വിളിച്ച അടക്കളയിൽ എന്താ പണിച്ചത് നോക്കട്ടാ. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഞാൻ ഒന്നും ചർച്ച ചെയ്യാൻ നിക്കണില്ല. ഒരു ദോഷം കൂടി എടുക്കും. വേണ്ട, മതി. അവിടെ എത്തുമ്പോ ഒരു സമയം കഴിക്കേ. വേണ്ടതേ. ഇവ നിഷേധനല്ലേ പോണം. അവിടെ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല, അത് കഴിക്കാം. അത് അടച്ചിട്ടണ്ട, ഞാനിപ്പോ തന്നെ വരും. എവിടെ പോവാനാണ്? ഇത് സ്റ്റാർട്ട് ആകണില്ല. എന്തെങ്കിലും ചെയ്താ ഇത് വീട്ട്? ആര് ചെയ്തോന്ന്? പിന്നെ ഇന്നലെ രാത്രി ഓടിച്ചോണ്ടെന്ന് വെച്ചാണല്ലോ ഇവിടെ. ഇന്നലെ പെട്രോൾ ഒന്നും അടിച്ചില്ലേ വണ്ടിയില്? പെട്രോളൊക്കെ ഉണ്ട്, സ്റ്റാർട്ട് ആകണല്ലോ ഇത്. അപ്പൊ ഞാൻ ഇന്ന് ലേറ്റ് ആവോ? നീനൊക്കെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞിട്ടില്ല രാവിലെ എഴുന്നേറ്റ് പണികളും തീർത്തിട്ട് സമയത്ത് പോണോന്ന്. ഈ അവസാന മണിക്കൂറിൽ കിടന്ന് ഇങ്ങനെ വെപ്രാളം കാണിച്ചിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പണികളും ചെയ്തിട്ട് കിടക്കാൻ എത്ര സമയമായെന്ന് അറിയാലോ. പിന്നെ എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നത്? രാവിലെ എണീറ്റ് അവനോന് പോണെങ്കിൽ അവനോന് സമയത്ത് എണീക്കണം. ഇത് സ്റ്റാർട്ട് ആകണമൊന്നുമില്ല. ഞാൻ സമയത്ത് എണീറ്റ് തന്നെയാ ഇവിടുത്തെ പണികൾ ചെയ്ത് തീർത്തിട്ട് പോയിട്ട് എനിക്ക് പോവാ. എടി എന്തെന്നാണ് ഇത്ര പേരുത്ത് പണി? കാലത്ത് എണീറ്റിട്ട് 2 കുറ്റി പുട്ടുണ്ടാക്കും, അതിൽ 1.5 കുറ്റി നീ കയറ്റിട്ട് നിനക്ക് തോന്നിയെടുത്ത് പോണതിനാണ് പണി. ഞാൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ടിട്ട് ഞാൻ 1.5 കുറ്റിയോ 3 കുറ്റിയോ തിന്നു. ഇച്ചേന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിനക്ക് അതിന്റെ അഹങ്കാരമാണ്. തിന്നുന്നുണ്ടല്ലോ 4 കുറ്റി, എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടോ കണക്ക്? എടി ഇത് ഞാൻ കൊണ്ടുപോയി ആക്കി തന്നാണ് സ്റ്റാർട്ട് ആകണ്ടേ ഇത്. പറഞ്ഞേ പറ്റില്ല, എന്നെ അവിടെ ആക്കി തന്നേ പറ്റത്തുള്ളൂ. എന്നാ നീ തോളത്തോട്ട് കയറി ഞാൻ വെച്ചോണ്ട് ഓടാ. നീ വേഗം പോയാ 10:30 ബസ് കിട്ടും. ചെല്ലി. ഇനി ഞാൻ ബസ്സിൽ കയറി അവിടെ എത്തുമ്പോഴത്തേനും ഉച്ചയാവും. നീ വർത്താനം പറയണ നേരം വേണ്ടല്ലോ. നീ അങ്ങനെ സ്റ്റാർട്ട് ആകണമെങ്കിൽ ഞാൻ പുറകെ വരാം. നീ പോയിട്ട് വരാം, വണ്ടി എടുത്ത് കത്തിക്ക് നോക്കോ. ഒരു പാട്ട വണ്ടിയും. എന്തേ ആകാതെ പോടി. ഒന്നിങ്ങോട്ട് വന്നേ. ഇന്നിങ്ങോട്ട് വായോ അങ്ങട്. അതെ, ഇതില് ഏതാ ഇടണ്ടേ? ഏത് ഷർട്ട്? ഇതിപ്പോ ഇതിട്ടാ തങ്ങളല്ലേ ഇടണേ?
അപ്പൊ ഒന്നുകൂടെ അങ്ങോട്ട് പോവാല്ലേ? ഒന്നും ഇടാണ്ട് പോണ്ട മോശല്ലേ. എന്നാ പറയിക്കണിങ്ങാണ്ട് ഏതാണ് ഇത്, ഏതാ പറ്റ ഇടണ ഇത് നോക്കി, ഈ കര നോക്കിട്ട് പറയും ഇതിലേതാ നല്ലത്. ഇതിട്ടോ കാണിച്ച പണി നോക്കിയേ. അതിപ്പോ ഞാൻ എന്തങ്ങനെ ഇപ്പൊ ഞാൻ ഒരു വൃത്തി പിടിപ്പ് എന്ന് പറഞ്ഞതില്ല വെച്ചാലിന്. ആ പണി കാണിച്ച പണി നോക്കിയേ. എങ്ങനെയാണ് ഉമ്മാടല്ലേ മോള്? എന്റെ ഉമ്മാക്ക് എന്താ കുഴപ്പം? നിമ്മക്ക് കുഴപ്പമില്ല. എന്താ എന്റെ ബാബാനെ കിട്ടിയത്? എന്റെ മോപ്പനോട് പറയത്തിട്ടോ. ഇത് നോക്ക്, ഇതായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഷർട്ട്. എന്റെ മോള് കയറി പിടിക്കുകയും ചെയ്തത്. നിങ്ങക്ക് ഇഷ്ടമുള്ള ഷർട്ട് അതായിരുന്നില്ലേ? പിന്നെ എന്തിനാ പിന്നെ വിളിച്ചത്? അത് ഇട്ടങ്ങ് പോയ പോരായിരുന്നോ? ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പലതും ചെയ്യാറ്. വർത്താനം പറയാൻ ഇത് വേണ്ട. അത് ഞാൻ തോട്ട് ഇനി അതിന്റെ മോളെ ആക്കല്ലേ രണ്ടാമത്. ഇനി ഇതിട്ട് പോവാ. നീ ഇത് വേണ്ട. ഇവിടെ നിന്ന് സമയം കളയല്ലേ. 10:30 അമ്പിളി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടൗണിൽ ചെന്ന് വേറെ ബസ്സൊക്കെ കിട്ടി ചെല്ലുമ്പോ വൈകുന്നേ. വൈകട്ടെ, ഞാൻ പോയിക്കോളാം. എന്റെ അടക്കളയിലെ പണി നോക്ക്. അതെന്നെ വെറുതെ പണി ചെയ്തോണ്ടിരുന്ന എന്നെ എന്തിനാ വിളിച്ചത്? ഒരു ആവശ്യമില്ലാതെ. 10:30 11 മണിക്കുള്ള സുബേത് വേണ്ടിരുന്നാ മതി. അതിന് മുമ്പ് അവിടെ എത്താം.